വെളിച്ചെണ്ണ വിപണന കേന്ദ്രങ്ങളിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ മിന്നൽ പരിശോധന. മായം ചേർത്തതെന്ന് സംശയിക്കുന്ന 4513 ലിറ്റർ വെളിച്ചെണ്ണ പിടികൂടി. വെളിച്ചെണ്ണയുടെ ഗുണനിലവാരം സംബന്ധിച്ച വകുപ്പിന് പരാതികൾ ലഭിച്ചിരുന്നു. ഷിജോ കുര്യൻ ചേർന്നുണ്ട്. ഷിജോ, എവിടേക്കാണ് പരിശോധന നടന്നത്? ഓണം വിപണിയിൽ ലക്ഷ്യമിട്ടിട്ടായിരുന്നോ വ്യാജ വെളിച്ചെണ്ണ വിപണിയിൽ വന്നത്? സംസ്ഥാനത്ത് ഗുണനിലവാരമില്ലാത്ത വെളിച്ചെണ്ണ വ്യാപകമായിട്ട് വിപണിയിൽ എത്തുന്നുണ്ട് എന്നുള്ള വിവരം ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് നേരത്തെ തന്നെ ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് 1.5 ആഴ്ച മുമ്പ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധന നടത്തുകയും വിവിധ ജില്ലകളിൽ നിന്നായിട്ട് 16,565 ലിറ്റർ വെളിച്ചെണ്ണ പിടികൂടുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഓണ വിപണി ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തിയ പരിശോധനയ്ക്ക് പിന്നാലെ ഒരു മിന്നൽ പരിശോധന കൂടി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയത്. 7 ജില്ലകളിൽ നിന്നായിട്ട് ആകെ 4513 ലിറ്റർ സംശയാസ്പദമായ വെളിച്ചെണ്ണ, മായം ചേർന്നിട്ടുണ്ട് എന്ന് കരുതുന്ന 4513 ലിറ്റർ വെളിച്ചെണ്ണയാണ് ആരോഗ്യവകുപ്പ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പിടികൂടിയത്. വിവിധ ഇടങ്ങളിൽ നിന്ന് വെളിച്ചെണ്ണയുടെ ഗുണനിലവാരം സംബന്ധിച്ചുകൊണ്ട് വലിയ തരത്തിലുള്ള പരാതികളാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് മുമ്പാകെ ലഭിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഓണക്കാലത്ത് നടത്താനുള്ള പരിശോധനയ്ക്ക് പിന്നാലെ ഒരു മിന്നൽ പരിശോധന കൂടി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയത്. വരും ദിവസങ്ങളിലും പരിശോധന ഉണ്ടാകുമെന്നുള്ള കാര്യങ്ങൾ കൂടി മന്ത്രി വീണ ജോർജ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. സച്ചിൻ.